റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. മാഞ്ചസ്റ്ററിലെ സിനഗോഗിൽ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ട സംഭവത്തിലെ പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞു. 35-കാരനായ ജിഹാദ് അൽ ഷാമിയാണ് ആക്രമണം നടത്തിയതെന്ന് ഗ്രീറ്റർ മാഞ്ചസ്റ്റർ പോലീസ് അറിയിച്ചു. ഇയാൾ സ്ത്രീ വംശജനായ ബ്രിട്ടീഷ് പൗരനാണെന്നും സ്ഥിരീകരിച്ചു. അക്രമിയെ പോലീസ് വെടിവെച്ചു കൊന്നിരുന്നു. കൊല്ലപ്പെട്ട 3 പേരിൽ 53-കാരനായ എഡ്രിയൻ ഡോൾബി, 66-കാരനായ മെൽവിൻ കാവിറ്റസ് എന്നിവരെ തിരിച്ചറിഞ്ഞു. ഡോൾബിയും കാവിറ്റസും ക്രംസിലെ ജൂത കൂട്ടായ്മയിലെ അംഗങ്ങളായിരുന്നു. ജൂതരുടെ പുണ്യദിനമായ യോം കിപ്പൂർ ആയിരുന്നു വ്യാഴാഴ്ച. ആക്രമണം നടന്ന സമയത്ത് ഹീറ്റൺ പാർക്ക് ഹീബ്രു സഭയുടെ സിനഗോഗിൽ ആരാധനയ്ക്കായി ധാരാളം ആളുകളെത്തിയിരുന്നു. ദേവാലയത്തിന് പുറത്ത് ആളുകൾക്കിടയിലേക്ക് കാർ ഓടിച്ചു കയറ്റിയ അക്രമി ആളുകളെ കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. പരിക്കേറ്റവരിൽ 3 പേരുടെ നില ഗുരുതരമാണ്. ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ 2 വർഷമായി നടക്കുന്ന യുദ്ധത്തെ ചൊല്ലിയുള്ള സംഘർഷങ്ങൾ നിലനിൽക്കുന്നതിനാൽ ജൂത സമൂഹത്തിൽ ആശയങ്ങൾ വർദ്ധിച്ചു വരുന്ന സമയത്താണ് മാഞ്ചസ്റ്ററിലെ ആക്രമണം. സംഭവം ഭയപ്പെടുത്തുന്നതാണെന്നും പുണ്യദിനത്തിൽ ആക്രമണം നടന്നുവെന്ന് കൂടുതൽ ഭയപ്പെടുത്തുന്നതെന്നും UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പ്രസ്താവനയിൽ പറഞ്ഞു. US സാമ്പത്തിക അനിശ്ചിതാവസ്ഥ നാസയെയും ബാധിച്ചു. സർക്കാർ ധനസഹായം തടസ്സപ്പെട്ടതോടെ നാസയുടെ പ്രവർത്തനങ്ങൾ നിലവിൽ നിർത്തിവച്ചിരിക്കുന്നതായാണ് റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് നാസയുടെ വെബ്സൈറ്റിലും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാസ ഉൾപ്പെടെയുള്ള സർക്കാർ ഏജൻസികളിലെ വിവിധ വകുപ്പുകളിൽ 1000-കണക്കിന് പേരെയാണ് പിരിച്ചുവിട്ടത്. അത്യാവശ്യ ജീവനക്കാരെ മാത്രമാണ് നിലനിർത്തിയിരിക്കുന്നത്. ബഹിരാകാശ ശാസ്ത്ര ഗവേഷണം മുതൽ പൊതുജന സമ്പർക്കം വരെയുള്ള നാസയുടെ മിക്ക പദ്ധതികളും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഒക്ടോബർ 1-നാണ് US പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്. അതിനുമുൻപ് സർക്കാർ ചെലവിലുള്ള ധന അനുമതി ബിൽ കോൺഗ്രസ് പാസാക്കി പ്രസിഡന്റ് ഒപ്പുവെക്കേണ്ടതുണ്ട്. എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റും തമ്മിലുള്ള രൂക്ഷമായ തർക്കങ്ങൾ കാരണം ഇത്തവണ ബിൽ പാസായില്ല. അനധികൃത കുടിയേറ്റക്കാർക്ക് മെഡിക്കൽ ആനുകൂല്യങ്ങൾ നൽകാനുള്ള ഡെമോക്രാറ്റുകളുടെ ശ്രമമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ട്രംപിന്റെ ആരോപണം. കുടിയേറ്റക്കാർക്ക് മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷാ സ്കീമുകൾ നൽകുമ്പോൾ അത് കൂടുതൽ പേരെ അമേരിക്കയിലെത്താൻ പ്രേരിപ്പിക്കും. ഒരു രാജ്യത്തിനും ഇത്ര വലിയ സാമ്പത്തിക ബാധ്യത താങ്ങാനാകില്ല എന്നും അതുകൊണ്ട് കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്നാണ് ട്രംപിന്റെ വിശദീകരണം. താലിബാൻ സർക്കാർ ഏർപ്പെടുത്തിയ 48 മണിക്കൂർ നീണ്ട ഇന്റർനെറ്റ് ടെലികോം സേവന നിരോധനം പിൻവലിച്ചു. ഇതോടെ ആശ്വാസത്തിലായ അഫ്ഗാൻ ജനത തെരുവിലിറങ്ങി ആഘോഷിച്ചു. താലിബാൻ പ്രധാനമന്ത്രിയുടെ ഉത്തരവ് പ്രകാരമാണ് ഇന്റർനെറ്റ് പുനഃസ്ഥാപിച്ചതെന്ന് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് BBC റിപ്പോർട്ട് ചെയ്യുന്നു. രാജ്യത്ത് സാമ്പത്തികമായി കണക്ടിവിറ്റി പുനഃസ്ഥാപിച്ചതായി ഇന്റർനെറ്റ് നിരീക്ഷണ സ്ഥാപനമായ നെറ്റ് ബ്ലോക്സും സ്ഥിരീകരിച്ചു. ബുധനാഴ്ച ഉച്ചയോടെ എല്ലാ ആശയവിനിമയ സംവിധാനങ്ങളും പുനഃസ്ഥാപിച്ചതായി ഖത്തറിലെ മുതിർന്ന താലിബാൻ നേതാവ് സുഹേൽ ഷഹീനും വ്യക്തമാക്കി. നിരോധനം പിൻവലിച്ചതോടെ ബുധനാഴ്ച വൈകുന്നേരം കാബൂളിലെ തെരുവുകളിൽ നിരവധി പേരാണ് ഒത്തുകൂടിയത്. ഇന്റർനെറ്റ് കണക്ടിവിറ്റി പുനഃസ്ഥാപിച്ച സന്തോഷം ജനങ്ങൾ പരസ്പരം പങ്കുവച്ചു. ദൂരദേശങ്ങളിൽ ഉൾപ്പെടെയുള്ളവരെ ഫോണിൽ വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. എന്തിനാണ് സേവനങ്ങൾ നിർത്തിവെച്ചതെന്ന് താലിബാൻ സർക്കാർ ഔദ്യോഗിക വിശദീകരണമൊന്നും ഇതുവരെ നൽകിയിട്ടില്ല. ഇന്റർനെറ്റ് നിരോധനത്തെ തുടർന്ന് അഫ്ഗാനിസ്ഥാൻ പുറം ലോകത്തുനിന്ന് പൂർണ്ണമായി ഒറ്റപ്പെട്ടുവെന്നും UN പറഞ്ഞിരുന്നു. അഫ്ഗാനിസ്ഥാൻ ജനതയുടെ ഈ നിരോധനം ദോഷകരമായി ബാധിക്കുമെന്ന് UN ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. റഷ്യയിൽ നിന്ന് S-400 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ സ്വന്തമാക്കാനൊരുങ്ങുകയാണ് ഇന്ത്യ. ലോകത്ത് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തവും നൂതനവുമായ ഭൂതല വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് S-400. ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ S-400 ഏറെ പ്രയോജനപ്പെട്ടുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇവയുടെ കൂടുതൽ ബാച്ചുകൾ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി PTI റിപ്പോർട്ട് ചെയ്യുന്നു. ഡിസംബർ മാസം ആദ്യം റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ത്യയിലെത്തുമെന്നാണ് റിപ്പോർട്ട്. പുടിന്റെ സന്ദർശനവേളയിൽ S-400 വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യപ്പെടുമെന്നാണ് സൂചന. S-400ന്റെ 5 യൂണിറ്റുകൾ വാങ്ങുന്നതിനുള്ള $500 കോടി കരാറിൽ 2018 ഇന്ത്യയും റഷ്യയും ഒപ്പുവച്ചിരുന്നു. അമേരിക്കയുടെ ഉപരോധ ഭീഷണിയെ മറികടന്നുകൊണ്ടാണ് ഈ കരാർ ഒപ്പിട്ടത്. പിന്നാലെ S-400ന്റെ 3 യൂണിറ്റുകൾ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. RSSന്റെ സംഭാവനകൾ ഉയർത്തിക്കാട്ടി സ്മാരക തപാൽ സ്റ്റാമ്പും നാണയവും പുറത്തിറക്കിയ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച കോൺഗ്രസ് നേതാവ് പവൻ ഖേര സർക്കാർ ബ്രിട്ടീഷുകാരിൽ നിന്ന് പെൻഷനായി കൈപ്പറ്റിയിരുന്ന തുകയായ 60 രൂപയുടെ നാണയമാണ് പുറത്തിറക്കേണ്ടിയിരുന്നതെന്ന് പവൻ ഖേര എക്സിൽ പങ്കുവച്ച് കുറിപ്പിൽ പരിഹസിച്ചു. ചരിത്രം വളച്ചൊടിക്കാൻ BJP എത്ര ശ്രമിച്ചാലും രാജ്യം എപ്പോഴും മഹാത്മാഗാന്ധിയുടെ തന്നെ നിലനിൽക്കുന്ന യാഥാർത്ഥ്യം മാറ്റാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ എത്ര സ്റ്റാമ്പുകൾ അടിച്ചാലും എത്ര നാണയങ്ങൾ പുറത്തിറക്കിയാലും എത്രമാത്രം RSSനെ പാഠ്യപദ്ധതിയിൽ നിന്ന് തിരികെ കയറ്റിയാലും ഈ രാജ്യം ഗാന്ധിയുടേതാണ്, ഗാന്ധിയുടേതുമായി തന്നെ നിലനിൽക്കുക തന്നെ ചെയ്യും. മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് പങ്കുവച്ച കുറിപ്പിൽ പവൻ ഖരേര പറഞ്ഞ വാക്കുകളാണിത്. ബുധനാഴ്ച പുറത്തിറക്കിയ 100 രൂപ നാണയത്തിൽ ഒരു വശത്ത് ദേശീയ ചിഹ്നവും മറുവശത്ത് വരദമുദ്രയിൽ സിംഹത്തോടുകൂടിയ ഭാരതാംബയുടെ ചിത്രവുമാണുള്ളത്. സ്വയം സേവകർ ഭാരതാംബയെ വാങ്ങുന്നതായും ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. RSS ആപ്തവാക്യവും നാണയത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. കായിക വിശേഷങ്ങൾ. ചാമ്പ്യൻസ് ലീഗിൽ ലിവർപൂളിന് പരാജയം. ലിവർപൂളിനെ തോൽപ്പിച്ചത് തുർക്കിഷ് ക്ലബ്ബായ ഗലറ്റസറായ്. ഇസ്താംബൂളിൽ വെച്ച് നടന്ന മത്സരത്തിൽ 1 ഗോളിനാണ് ആതിഥേയർ വിജയിച്ചത്. മറ്റു മത്സരങ്ങളിൽ റിയൽ മാഡ്രിഡ് കൈററ്റിന് 5-0 തോൽപ്പിച്ചപ്പോൾ ഇംഗ്ലീഷ് ക്ലബ്ബുകളായ ആഴ്സണൽ 2-0 ഒളിമ്പിയാക്കോസിനെയും പരാജയപ്പെടുത്തി. മാൻ സിറ്റി മൊണാക്കോ മത്സരം 2-2 സമനിലയിൽ പിരിഞ്ഞപ്പോൾ ന്യൂകാസിൽ 4-0 യൂണിയൻ SGയെ പരാജയപ്പെടുത്തി. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലിൻസ് അയനാടൻ.